മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള 3-ാം ഘട്ട ടാസ്ക് ആരംഭിച്ചു കേട്ടോ. ടാസ്കിൻ്റെ പേര് കളിയരങ്ങ് എന്നാണ്. എൻ്റെ പൊന്നെ, ഈ കളിയരങ്ങ് അവസാനിച്ചപ്പോഴത്തേക്ക് എൻ്റെ ചെവിയുടെ ഫിലമെൻ്റ് അടിച്ചുപോയി. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് കളിയരങ്ങ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട് ഒരു കലാവിരുന്നിനുള്ള വേദിയായി മാറും. അതായത് പാട്ടും മിമിക്രിയും സ്കിറ്റും കഥാപ്രസംഗവും എന്നിങ്ങനെയുള്ള ഒരു സംഗമവേദി. മിഡ് വീക്ക് സസ്പെൻഷനിൽ ഉൾപ്പെട്ടവരുടെ സഹായികളാണ് വേദിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇപ്പോൾ രേണുസുതിക്ക് വേണ്ടിയിട്ട് ആരാണ് 2 പേര് അവർ പോയി പെർഫോം ചെയ്യണം. അങ്ങനെ എന്നിട്ട് ഈ 6 പേരുണ്ടല്ലോ, മിഡ് വീക്ക് സസ്പെൻഷൻ നിൽക്കുന്ന ഈ 6 പേര്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കലാവിരുന്ന് കണ്ടതിന് ശേഷം ഇവർ മാർക്കിടണം. ആർക്കാണ് കൂടുതൽ മാർക്ക്, ആരാണ് എന്തൊക്കെ കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് മാർക്കിട്ട് അതിലേറ്റവും കൂടുതൽ ഭൂരിഭാഗം വരുന്നവർക്ക് 1-ാം സ്ഥാനം എന്ന രീതിയിൽ ഈ സസ്പെൻഷനായ 6 പേരും കൂടെ ചർച്ച ചെയ്ത് വേണം മാർക്ക് തീരുമാനിക്കാൻ. അപ്പോൾ ഈ 6 പേരിൽ ആരുണ്ട്? നമ്മുടെ അനീഷുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചെവിയുടെ കാര്യം എന്തായി കാണുമെന്ന്. മാത്രവുമല്ല, ഈ സഹായികൾ എന്ത് പെർഫോമൻസ് ആണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ സസ്പെൻഡായി നിൽക്കുന്നില്ലേ അവർക്കാണ് അവകാശമുള്ളത്. അതായത് ഇപ്പോൾ രേണുസുതിയുടെ ടീം എന്ത് ഗെയിം കളിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രേണുസുതിയാണ്. മനസ്സിലായോ? അതനുസരിച്ച് വേണം ഈ സഹായികൾ പെർഫോമൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ വെറും 6 മിനിറ്റിനുള്ളിൽ ഇവ എന്ത് സ്കിറ്റ് കളിക്കണം, അല്ലെങ്കിൽ ഏത് പാട്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വെറും 6 മിനിറ്റിനുള്ളിലാണ്. ഈ 6 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് വരണം. അതായത് ആദ്യത്തെ ബസറടിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. 2ാമത്തെ ബസറടിക്കുമ്പോൾ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യണം. 3ാമത്തെ ബസറടിക്കുമ്പോൾ റിഹേഴ്സലെല്ലാം അവസാനിപ്പിച്ചിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകണം. അങ്ങനെ ആകെ മൊത്തം 6 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം ചെയ്യുകയും വേണം. അതുപോലെ ബിഗ് ബോസ് ഒരു 10-11 പാട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാട്ടിനകത്തുള്ള സോങ്ങുകൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ. ഇത് പക്ഷേ ഈ കൊടുത്ത പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ശാരികയുടെ ടീം, അതായത് അഭിലാഷും അതുപോലെ തന്നെ നമ്മുടെ ബിൻസിൻ ടീമിനകത്തുനിന്ന് അവർ അബദ്ധം പറ്റി ഈ പറഞ്ഞ പാട്ടുകളിൽ നിന്നും അവർ സെലക്ട് ചെയ്തില്ല. അത് അവർക്ക് പിന്നീട് പണിയായി. അത് പറയാം എന്താണെന്ന്. അതായത് ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടാണ്. അതേപോലെ 2ാമത്തെ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഷാർജ ടു ഷാർജയിലെ 14-ാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോ ആ സോങ്. 3ാമത്തെ പാട്ടെന്ന് പറയുന്നത് ചോട്ടാ മുംബൈയിലെ ചെട്ടിക്കുളങ്ങര ആ പാട്ട്. 4ാമത്തെ പാട്ടെന്ന് പറയുന്നത് ആവേശം മൂവിയിലെ നാടിൻ നന്മകനെ പൊന്മകനെ അത്. 5ാമത്തെന്ന് പറയുന്നത് നമ്മുടെ തേജാഫായ് ആൻഡ് ഫാമിലിയിലെ ഒരു മധുരക്കിനാവിൻ. 6ാമത്തെന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ. അതുപോലെ 7ാമത്തെന്ന് പറയുന്നത് വിഷ്ണു ലോകത്തിലെ കസ്തൂരി എൻ്റെ കസ്തൂരി ആ പാട്ട്. 8ാമത്തെന്ന് പറയുന്നത് മിന്നാരം എന്ന സിനിമയിലെ ഒരു വല്ലം പൊന്നും പൂവും ആ പാട്ട്. 9ാമത്തേന്ന് പറയുന്നത് നമ്മുടെ കാക്കക്കുയിലെ ആലാരെ ഗോവിന്ദ ആല ഗോവിന്ദ ആ പാട്ട്. 10ാമത്തേന്ന് പറയുന്നത് ഉസ്താദ് ഹോട്ടലിലെ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി. അതുപോലെ 11ാമത്തെ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ആഷിക്കിലെ ഹം തേരെ ബിനാ പാട്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് അഭിനയിക്കാം, കഥാപ്രസംഗം ചെയ്യാം, എന്തെങ്കിലും മിമിക്രി കാണിക്കാം, എന്തെങ്കിലും സ്കിറ്റ് പോലെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അവർക്ക് വേണ്ട പാട്ടുകൾ തിരഞ്ഞെടുത്തു. അവർ എന്തൊക്കെ ചെയ്യണമെന്നുള്ള തീരുമാനിച്ചു. 6 മിനിറ്റിന് ശേഷം ബിഗ് ബോസ് ആക്ടിവിറ്റിയിലേക്ക് വിളിച്ചു. എല്ലാവരും പോയി. ആദ്യം നമ്മുടെ അക്ബറും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ അക്ബർ പിന്നെ പാട്ട് പാടും, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അനുമോള് നല്ല കൂടെ അടിപൊളിയായിട്ട് ഡാൻസും ചെയ്തു. അതുപോലെ തന്നെ അക്ബർ പാടിയത് പച്ചപ്പവിഴ പാർവണ്ണ മുത്ത് ആ പാട്ടാണ് നമ്മുടെ അക്ബർ പാടിയത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാടി. അതനുസരിച്ച് ഡാൻസ് കളിച്ചു. ആ ഡാൻസും പാട്ടും കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്കിറ്റ് പോലെ, അതായത് അനുമോൾ ചോദിക്കും എന്നെ കല്യാണം കഴിക്കാമോ ചേട്ടാ, എന്നെ കല്യാണം കഴിക്കാമോ? അപ്പോൾ അക്ബർ പറയും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ നീ പറഞ്ഞില്ലേ എൻ്റെ നോട്ടം അത്ര ശരിയല്ലെന്ന്, അതുകൊണ്ട് ഈ 5 കസിനിൽ ആരെങ്കിലും നീ ശരിയാക്കി തരണമെന്ന് പറയും. അപ്പം നമ്മുടെ അനുമോൾ 5 കസിൻ അല്ലേ 6ാമത് അത് പറയും. അത് ഇച്ചിരി തെറ്റിപ്പോ എന്നാലും അത് പറയും. എന്നിട്ട് അപ്പോഴത്തേക്കും ബസറടിക്കും, തീർന്നു. പക്ഷേ നല്ലൊരു ഡാൻസും നല്ലൊരു സ്കിറ്റും ആയിരുന്നു. എല്ലാവരും ചിരിച്ചു കേട്ടോ. അതിനുശേഷം 2ാമത് വന്നത് നമ്മുടെ രേണുവിൻ്റെ ടീമായ നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ നിവീനുമാണ് വന്നിരിക്കുന്നത്. അവർ ഒരു മധുരക്കിനാവിൽ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. അറിയാം, നമ്മുടെ നിവീൻ്റെ ഇളക്കമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിവീൻ്റെ ഡാൻസും ഇളക്കവും അവർ സ്വന്തമായിട്ട് പാട്ട് പാടി നല്ല രീതിയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിവീൻ നമ്മുടെ രേണുസുതിയായിട്ടങ്ങ് മാറി.
എന്നിട്ട് ചോദിക്കും നിനക്ക് എന്താണ് നിനക്ക് വേണ്ടത്, പറയടാ നിനക്ക് എന്താടാ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷാനവാസ് അക്ബറിനെ പോലെ ആയിട്ട് പറയും, ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ഉടനെ നമ്മുടെ നിവിൻ, ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്, ഞാനിവിടെ ഉരുകുവാ, ഞാനങ്ങ് ഇല്ലാതായി പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണുസുതി പറയത്തില്ലേ, ആ ഒരു ടോണിൽ പിന്നെ നമ്മുടെ നിവിൻ്റെ ഒരു ആക്ഷനും ഒക്കെ ആയിട്ടും അത് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാനവാസ് അക്ബറിനെ പോലെ പിന്നെ ചോദിക്കും, എനിക്ക് മാപ്പ് തന്നൂടെ എന്ന്. അപ്പോൾ നമ്മുടെ നിവിൻ പറയും, നോ എന്ന് പറഞ്ഞാൽ നോ, നഹി എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവിടെ ബസ്സിലടിച്ചു, ആ സ്കിറ്റ് തീർന്നു. നല്ല രീതിയിൽ ചിരിച്ചു കേട്ടോ. കാര്യം ഒന്നും കൂടെ ഈ നമ്മുടെ നിവിൻ്റെ ആക്ഷനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എല്ലാവരും ചിരിച്ചു, നല്ലപോലെ ചെയ്തു കേട്ടോ അവർ. അതിനുശേഷം മൂന്നാമത് നമ്മുടെ അനീഷിൻ്റെ ടീമായ ഷൈത്യയും നൂറയും. നൂറ മാത്രമാണ് പോയത്. അപ്പോൾ അവർക്ക് രണ്ടിലും ആർക്കെങ്കിലും ഒരാൾക്കല്ലേ പോകാൻ പറ്റുമോ, നൂറയാണ് പോയത് കേട്ടോ. അവർ കസ്തൂരി എൻ്റെ കസ്തൂരി ആ പാട്ടെടുത്തത് കേട്ടോ. ആ ശൈത്യം മീശയൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഡാൻസ് ചെയ്തു. അതിനുശേഷം ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ശൈത്യ വിളിക്കുന്നു കസ്തൂരി എന്ന് നൂറയെ. അപ്പം നമ്മളെ നൂറ പറയുന്നത് എന്താ അനീഷ ഏട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശൈത്യ, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ, അപ്പോൾ ശൈത്യ ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അനീഷായി മാറി ശൈത്യ, ഇല്ല ഞാൻ ആരെയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല, എൻ്റെ നാട്ടിൽ പോലും ആരും വന്നു പോരുത്, എൻ്റെ നാട്ടിൽ പോലും ആരും കാലുകുത്തി പോരുത് എന്ന് പറഞ്ഞ് നമ്മുടെ അനീഷിൻ്റെ ആ ഒരു പ്രകടനം ഉണ്ടല്ലോ, അല്ലറെല്ലാം വിളിയും പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയുമല്ലോ, അതൊക്കെ തന്നെ ഞാൻ ശൈത്യം നല്ലപോലെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒന്നിലിൻ്റെ ടീമായ ആര്യനും ഗിസേലും വന്നു. ഏത് ടീം വരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ് കേട്ടോ. ബിഗ് ബോസ് ഇങ്ങനെ ഓരോ ടീമിനെ വിളിക്കുമ്പം അതനുസരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഒനിലിൻ്റെ ടീമായ ആര്യനും ഗിസേലും ആണ് കേട്ടോ. അവർ ആ ഹിന്ദി പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര ഇഴുകി ചേർന്നൊക്കെ അഭിനയിച്ചു. പക്ഷേ അത് എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ക്രഞ്ച് ഫീൽ ചെയ്ത് എനിക്ക്. എല്ലാവർക്കും എനിക്കറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തു. അവരിങ്ങനെ ഷർട്ടൊക്കെ പൊക്കി പിടിച്ച് വെച്ചിട്ട് കിസ് ചെയ്യുന്ന പോലൊക്കെ കാണിച്ചു. അങ്ങനെ അവർ ചെയ്തു. അവർ പ്രത്യേകിച്ച് വലിയൊരു സ്കിറ്റ് എന്ന് പറയാനൊന്നുമില്ല, ഒരു നോർമൽ രീതിയിൽ. അതിനുശേഷം നമ്മുടെ റെന ഫാത്തിമയുടെ ടീമായ ശരത്തും ബിന്നിയാണ് വന്നിരിക്കുന്നത്. അവർ വന്ന് നല്ല രീതിയിൽ ചെയ്തു കേട്ടോ. എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മല് അത് ശരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ ആ സോങ്ങിൽ. അപ്പം ആ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ചെയ്തു. അതിനിടയ്ക്ക് ചെറിയൊരു സ്കിറ്റും ചെയ്തു കേട്ടോ. അതായത് നീ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനീഷ് പറയുന്നു. അപ്പം എന്താ മനുഷ്യ നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത്, അപ്പം ഇവിടെ വെച്ച ബ്രാൻഡി എന്തിയാണ് ചോദിക്കുമ്പം നമ്മുടെ ബിന്നി ചോദിക്കുന്നത് ബ്രാ. അപ്പോൾ അനീഷ് പറയും ബ്രാ അല്ല ബ്രാൻഡി കുപ്പി എവിടെയെന്ന്. അപ്പം നമ്മുടെ ബിന്നി പറയും അത് ഞാൻ എടുത്ത് സെർലാക്കുമായി മിക്സ് ചെയ്തെന്ന് പറയും. അപ്പം ഇയാൾ പറയും എനിക്കിപ്പം കുപ്പി വേണം, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ കമ്മൽ വിട്ടെങ്കിലും എനിക്ക് കുപ്പി മേടിച്ച് താന്ന് പറയുന്നത്. അപ്പോൾ ബിന്നി പറയും എനിക്കും വേണം ഒരു 10 എണ്ണം, ഒരു 10 സെർലാക്കും വേണം, ഒരു കുപ്പിയും വേണം, ഒരു ചെമ്മീനും വേണമെന്ന്. എന്നിട്ട് ബാക്കി പാടുന്നത് ചെമ്മീൻ ചാടിയ മുട്ടോളെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് ബാലൻസ് പാടുന്നു. അപ്പോഴത്തേക്കും ബെസറടിച്ചു, ആ സ്കിറ്റ് തീർന്നു, അവർ പോയി. അതിനുശേഷം നമ്മുടെ ശാരികയുടെ ടീമിൽ അഫിയും ബിൻസിയും വരും. അവിടെയാണ് വലിയൊരു പണി കിട്ടിയവർക്ക് കേട്ടോ. അതായത് അഫി ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കും, നമ്മുടെ ഈ ബിൻസി ബാക്കിൽ നിന്നും പാട്ട് പാടി കൊടുക്കും. അപ്പം നല്ല രീതിയിൽ അഭി ഡാൻസ് കളിച്ചു, അറിയാമല്ലോ അഭി നന്നായി ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അതിനുശേഷം പെട്ടെന്ന് അഭി ചാടി പുറത്തോട്ടിറങ്ങും, ആ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിന്നി ചാടി കയറും. എന്നിട്ട് ബിന്നി പറയും ഞാൻ ആങ്കർ ബിൻസിയാണ്, ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ബിഗ് ബോസ് ഷോയിലെ ഒരു കിടിലൻ ഡാൻസാണ്, ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു മാർഗം കളിയാണ് എന്ന് പറയും. എന്നിട്ട് ഈ മാർഗം കളിയുടെ ഒരു പാട്ട് പാടി സ്വന്തമായിട്ട് ബിൻസി കളിക്കും കേട്ടോ. പക്ഷെ ആ ഒരു പാട്ട് അവിടെ ബിഗ് ബോസ് കൊടുത്ത പാട്ടിലുള്ള പാട്ടല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് അവിടെ പണി മേടിച്ചു, അത് പറയാം. അങ്ങനെ 6 പേരുടെയും പെർഫോമൻസ് കഴിഞ്ഞു. പിന്നീട് ഉള്ളത് എൻ്റെ പൊന്നേ തർക്കം. നമ്മുടെ അനീഷിൻ്റെ ഒച്ച ഇങ്ങനെ ചെവിക്കകത്തോട്ട് തുളച്ച് കയറുക. ബാക്കി എല്ലാവരുടെയും വോയിസിനെക്കാളും അങ്ങ് മേളിലുള്ള അനീഷ് ഇത് എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഇനി തീരുമാനം എടുക്കാതെ പറയുമ്പോഴത്തേക്കായി എനിക്ക് ഫസ്റ്റ് ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിരിക്കുക. ആർക്ക് കിട്ടുന്നത് എനിക്ക് ഫസ്റ്റ് എൻ്റെ ടീം അടിപൊളിയായിരുന്നു, എനിക്ക് ഫസ്റ്റ്. എൻ്റെ പൊന്ന് അനീഷ, ഇത് എവിടെ നിന്ന് ഇത്ര എനർജി കിട്ടുന്ന അറിയത്തില്ല. എനിക്ക് പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് എൻ്റെ സ്വരം അടച്ചടച്ചിരിക്കുക. ഇപ്പോഴും എൻ്റെ സ്വരം കൊണ്ട് കറക്റ്റായിട്ടില്ല. ഇത്രയും കാറുന്ന അനീഷിൻ്റെ സ്വരത്തിന് ഒരു കുഴപ്പവും ഇല്ല. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അനീഷ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് അല്ലറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന. പക്ഷെ അനീഷിന് ഒരു കുഴപ്പമില്ല. എൻ്റെ സ്വരമാണെങ്കിൽ എനിക്ക് ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പോഴും ആ കരരിപ്പ് മാറിട്ടില്ല, സ്വരം നന്നായിട്ട് അടച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ പല വാക്കുകൾ പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് തിരിയുന്ന പോലും ഇല്ല.
അതായത് എല്ലാവരും പറയും അവരുടെ ടീമാണ് ഫസ്റ്റ് എന്ന്. അപ്പം ബാക്കിയുള്ളത് തർക്കിക്കും. പിന്നീട് ഇവർ തീരുമാനിച്ചു അവർ 6 പേരിൽ ഏത് ടീമാണ് മികച്ച് നിൽക്കുന്നതെന്ന് എന്ന രീതിയിൽ വോട്ട് ചെയ്യാമെന്ന്. പക്ഷേ അനീഷ് എൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് നമ്മുടെ റെന ഫാത്തിമയായിട്ട് മുട്ടനടി അനീഷ്. ആ ഒരു അടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരും അവിടെ നിരുന്നേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ. അതായത് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ്: പാട്ട് പാടാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നിരുന്നു. ശാരികയുടെ ടീം പാടിയതിൽ ഒരു പാട്ട് അതിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നത് 0 പോയിൻ്റാണ്. അതായത് ലാസ്റ്റ് വന്നാൽ സാധാരണ 1 പോയിൻ്റ് കിട്ടണം. അതുപോലും ശാരികയുടെ ടീമിന് കിട്ടിയില്ല. അതുകൊണ്ട് ശാരിക ലാസ്റ്റ് ആകുകയും ചെയ്തു, 0 പോയിൻ്റ് മേടിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ ശാരിക പറയുന്നത് സമാധാനമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. കാരണം എല്ലാവരും തന്നെ തർക്കം വരുന്നത്, തർക്കിക്കും, സ്വാഭാവികമായിട്ട് തർക്കിക്കും. നമുക്ക് ഫസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശാരികയ്ക്ക് 0 ആയതുകൊണ്ട് തന്നെ ശാരിക പിന്നെ തവിഞ്ഞു കേട്ടോ. പിന്നീട് ബിഗ് ബോസ് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം. അതായത് ബഹുഭൂരിഭാഗം നോക്കി ആ രീതിയിൽ കണ്ടുപിടിക്കണം. മറ്റേത് ഐക്യകണ്ഠം ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തീരുമാനം എടുത്തില്ല. കാരണം ഇവിടെ ഒരാൾ നിൽക്കുക, എനിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ബിഗ് ബോസ് പറയും ഭൂരിഭാഗം നോക്കി തിരഞ്ഞെടുക്കാൻ പറയും. എന്നിട്ട് ബിഗ് ബോസിലോട്ട് ഈ അനീഷ് അങ്ങ് മാറിയിരിക്കും, പിണങ്ങി മാറിയിരിക്കും. അപ്പോൾ ബിഗ് ബോസ് പറയും അനീഷ് എല്ലാവരോട് ചേർന്ന് തീരുമാനം എടുക്കണം, ഇവിടെ ആർക്കും പ്രത്യേകതയില്ലെന്ന് പറയും ബിഗ് ബോസ്. കാര്യം അനീഷ് ചുമ്മാ എനിക്ക് ഫസ്റ്റ് വേറൊരു കാര്യം അനീഷ് പറയുന്നില്ല. എനിക്ക് ഫസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതുമില്ല, ഇതിനൊന്നും ഒരു കാര്യത്തിനും തീരുമാനിക്കാൻ നിൽക്കുന്നതുമില്ല. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയും കൂടെ നിൽക്കണം, അവരുടെ കൂടെ നിന്ന് തീരുമാനങ്ങൾ പറയണം, ഇവിടെ ആർക്കും പ്രത്യേകത ഇല്ലെന്ന് പറയും. അങ്ങനെ വീണ്ടും അനീഷ് വന്നിരിക്കും. എന്നിട്ട് വീണ്ടും തർക്കം. നമ്മുടെ ഷാനവാസും റെന ഫാത്തിമയായിട്ട് തർക്കം, അനീഷും ബാക്കിയുള്ളവരായിട്ട് തർക്കം. അങ്ങനെ തർക്കത്തിന് അവസാനം ലാസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അക്ബറിനും അനൂനുമാണ്. രണ്ടാമത് ഷാനവാസിനും നിവീനും. മൂന്നാമത് ഗിസേലിനും ആര്യനും. നാലാമത് ശരത്തിനും ബിന്നിക്കും. അഞ്ചാമത് നമ്മുടെ ഷൈത്തയ്ക്കും നൂറയ്ക്കും. ആറാമത് നമ്മുടെ ശാരികയ്ക്ക് പോയിൻറ്റ്സ് ഒന്നുമില്ല. അതായത് അഭിലാഷിനും ബിൻസിക്കും പോയിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കലാഭവൻ സരികയ്ക്ക് 6 പോയിൻ്റ്, രേണുസുതിക്ക് 5 പോയിൻ്റ്, ഒണിയലിന് 4 പോയിൻ്റ്, റെന ഫാത്തിമയ്ക്ക് 3 പോയിൻ്റ്, അനീഷിന് 2 പോയിൻ്റ്, നമ്മുടെ സരിക കേബിക്ക് 1 പോയിൻ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു അൺഫെയർ ആയിട്ട് തോന്നിയത് നമ്മുടെ ഒണിയലിൻ്റെ ടീമായിട്ടുള്ള ജിസയിലും ആര്യയിലും എനിക്ക് തോന്നുന്നു അതായത് 5ാമത്തെ സ്ഥാനവും 4ാമത്തെ സ്ഥാനവും വരണം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ മിക്കവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ അനീഷിൻ്റെ ഒരു ഒറ്റ വാശി എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കിട്ടാഞ്ഞത്. കാരണം അനീഷ് ഭയങ്കര ഓവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനീഷിന് കിട്ടാതെ പോയത്. ഒരു 4ാമത്തെ സ്ഥാനമെങ്കിലും അനീഷിന് കിട്ടിയേനെ. 5ാമത്തെ സ്ഥാനം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് അനീഷ് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് അനീഷ് ലാസ്റ്റ് 5ാമത്തെ സ്ഥാനത്ത് വന്നത്. പിന്നെ അനീഷിൻ്റെ ശബ്ദമില്ല കേട്ടോ, കാറ്റ് വിട്ട ബലൂൺ പോലെ ആയിപ്പോയി. കാര്യം എന്തായാലും ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ട അവസ്ഥയാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സരിക കേബിയും അനീഷും ആയിരിക്കും സസ്പെൻഡ് ആവുന്നത് ഈ ആഴ്ച. അപ്പോൾ ഇതൊക്കെ തീരുമാനമായി ബിഗ് ബോസ് പോയിന്റ് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ അടിയാണ് കേട്ടോ. അതായത് ശൈത്യയായിട്ട് ലാസ്റ്റ് ആയല്ലോ, അനീഷിൻ്റെ ടീമിലാണല്ലോ. അപ്പം ശൈത്യയും അക്ബറും തമ്മിൽ വലിയ വഴക്കായി. അനീഷിനാണെങ്കിൽ ഭയങ്കര വിഷമമായി. നമ്മുടെ അനീഷല്ല, നമ്മുടെ ശരത്തിന് ഭയങ്കര വിഷമമായി. ശരത്തിൻ്റെ വിഷമം സഹിക്കാൻ വയ്യ, ദേഷ്യമൊക്കെ ആയിട്ട് വിങ്സ് എടുത്ത് വലിച്ചു കീറുന്നു. അങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ ശരത്തിനും ശൈത്യയ്ക്കും ഭയങ്കര ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അവർ പറയുന്ന ന്യായമുണ്ട്. കാര്യം ശരത്തിന് എനിക്ക് തോന്നുന്നു 3ാമത്തെ സ്ഥാനം കിട്ടണമായിരുന്നു. ഇപ്പം 3ാമത്തെ നിൽക്കുന്നത് ഗിസയിലും ആര്യനുമാണ്. അതുപോലെ തന്നെ ശൈത്യയുടെ ടീമും എനിക്ക് തോന്നുന്നു ഗിസേലിൻ്റെ ടീമിനെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പം കണക്കിന് അവർ 5ാം സ്ഥാനം വരേണ്ടതാണ്. പക്ഷെ അവർക്ക് 3ാം സ്ഥാനം കൊടുത്തു, ബാക്കിയുള്ളവർ മാറി തിരിഞ്ഞ് വന്നു. അപ്പോൾ അത് ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയല്ല, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അങ്ങനെ തോന്നി. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഗെയിമിൽ. നമുക്ക് നോക്കാം. ഇതിന് ശേഷം പല കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്, വഴക്കുകൾ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആ അടിയൊക്കെ ഇനി എന്തായെന്ന്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.